ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ താല്പര്യത്തിന് അനുകൂലമായ എല്ലാറ്റിനെയും ഞങ്ങൾ അനുകൂലിക്കും. കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കുക എന്നതിനല്ല മുൻതൂക്കം കൊടുക്കുക. ആദ്യഘട്ടത്തിൽ അവരുടെ പ്രവർത്തനം വീക്ഷിക്കുകയാണ് ചെയ്യുക എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞ ഞങ്ങൾക്കുണ്ടായ അനുഭവം വളരെ കടുത്തതാണ്. നമ്മുടെ നാടിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നയമെന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പുതിയൊരു നിലയാണ് ഇക്കഴിഞ്ഞ നിയമസഭയിലുണ്ടായത്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരിൻ്റെ യഥാർത്ഥ മുഖമാണ് ഇന്നലെ അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ കണ്ടത്. നാം കാണേണ്ടത് നിയമസഭയുടേതായ നടപടിക്രമങ്ങളുണ്ട്. വ്യക്തമായ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളുമുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ധനകാര്യ ബിൽ സഭയിൽ പാസ്സാക്കുന്ന നിലയുണ്ടായത്. പുതുക്കിയ ബജറ്റിൻ്റെ ഷെഡ്യൂൾ നിയമസഭയിൽ വന്നപ്പോൾ അതിൽ ധനകാര്യ ബില്ലുണ്ടായിരുന്നില്ല. അത് പിന്നീട് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്നലെ സഭയിലും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നും ആ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നില്ല എന്നതാണ്. എന്നാൽ കാര്യോപദേശ സമിതിയിൽ സർക്കാർ പ്രഖ്യാപിച്ചതും ഇതേ നില തന്നെയായിരുന്നു. കാരണം ബജറ്റ് പൂർണ്ണമായിട്ട് പാസ്സാക്കിയതാണ്. വലിയ മാറ്റമൊന്നും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു നിലപാട് പറഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾ ഉത്തമ വിശ്വാസത്തിലെടുക്കുക ചെയ്തു. ഇപ്പോൾ ബജറ്റിൻ്റെ അവതരണത്തിന് ശേഷം സഭാ സമ്മേളനത്തിൻ്റെ രണ്ടാം പാദത്തിലാണ് മദ്യക്കമ്പനിക്കുള്ള നികുതി ഇളവിന് സാധൂകരണം നൽകാൻ വളരെ തിടുക്കപ്പെട്ട് ധനകാര്യ ബിൽ അജണ്ടയിൽ തിരികെ കയറ്റുന്നത്. സഭാ നടപടികളോട് നല്ല രീതിയിൽ സഹകരിക്കുക, പരമാവധി സഹകരിക്കുക, ആ സമീപനമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത്. പക്ഷേ സഭയിൽ കണ്ട കാര്യം നിരന്തരം ഒന്നല്ല ഒന്നിനു പുറകെ ഒന്നായി സഭയെ തെറ്റിദ്ധരിപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുക, ആ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായ ദിവസമാണ് സഭ അവസാനിച്ച ദിവസം. ഇവിടെ ക്രമരഹിതമായും പാർലമെൻ്ററി നടപടികൾക്ക് വിരുദ്ധമായും ധനകാര്യ ബിൽ ധൃതി പിടിച്ച് പാസ്സാക്കാനുള്ള ശ്രമമാണ്
നടന്നിട്ടുള്ളത്.